അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് ഇത് ഒരുതരം ഭീരുത്വമല്ലേ? അല്ല, ഞങ്ങളല്ലേ ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കല്ലേ? ഞങ്ങളല്ലേ ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ? ഞാൻ പറയാം, പിണറായി വിജയൻ LDFന്റെ കാര്യം നോക്കിയാൽ മതി. LDFന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് CPMന്റെ ആളുകളും ഇടതുമുന്നണിക്കാരും നടക്കുന്നത്. അപ്പൊ വയനാട്ടിൽ വരുന്ന കൊടി ഒന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ റോഡ് ഷോയിൽ കൊടികൾ ഒഴിവാക്കിയതിനെ ചൊല്ലി വമ്പൻ വാദപ്രതിവാദം. BJPയെ ഭയന്ന് കോൺഗ്രസ് ലീഗിന്റെ പതാക ഒളിപ്പിക്കുകയാണെന്നും സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവമില്ലാതായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അവസരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലെന്ന് ലീഗ് തിരിച്ചടിച്ചു. എങ്ങനെ പ്രചരണം നടത്തണമെന്നതിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റഡി ക്ലാസ് UDFന് വേണ്ട എന്നായിരുന്നു VD സതീശന്റെ മറുപടി. SDPIയുടെ പിന്തുണ നിരസിക്കുന്നതായും UDF പ്രഖ്യാപിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പതാക പ്രശ്നമാകുന്നത് എങ്ങനെ? ലീഗിന്റെ പതാക ഒളിപ്പിച്ചോ? കൊടിയെടുക്കാനുള്ള ആർജവമില്ലേ? LDF വിവാദമുണ്ടാക്കുന്നത് എന്തിനാണ്? ഈ ചർച്ചയിൽ ശ്രീ K അനിൽകുമാർ CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ സന്ദീപ് വാര്യർ BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ KP നൌഷാദ് അലി, നമ്മൾ ഇന്നലെ എന്താണ് വയനാട്ടിൽ കണ്ടത്? നോമ്പ് പിടിച്ച് ഒരു തുള്ളി വെള്ളം ഇറക്കാതെ ആ നട്ടപ്പൊരി വെയിലത്ത് രാഹുൽ ഗാന്ധിയെ കാത്തുനിന്ന ആയിരക്കണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. അവരോട് കൊടികളൊന്നും പുറത്തെടുക്കരുത്, ഒരു കൊടിയും വേണ്ട എന്ന് പറയുക തന്നെ വലിയ അനീതിയല്ലേ? അഭിലാഷ്, ഇവിടെ അഭിലാഷ് ഇങ്ങനെ കൽപ്പിച്ചു കൂട്ടുന്ന മാതിരി അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു പ്രവർത്തകനും ഒരു തരത്തിലുള്ള നിരാശയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ നിരാശ ഉണ്ടായിട്ടുള്ളത് BJPക്കാണ്. പക്ഷേ അത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് അനുഭാവമായിട്ട് രംഗപ്രവേശനം ചെയ്തത് CPM ആണ്. അത് അങ്ങനെ ഒരു മാറ്റമേ ഉള്ളൂ. വളരെ കൃത്യമായ മറുപടി മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. സംഘപരിവാർ ശക്തികൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ളൊരു അവസരമില്ലാതായതിലുള്ള ഈ CPMന്റെ വലിയ തോതിലുള്ള പ്രയാസം അവരിങ്ങനെ പുറത്ത് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണല്ലോ ലീഗ് പറഞ്ഞത്. അതാണ് അതിനകത്തുള്ള ഏറ്റവും കൃത്യമായൊരു മറുപടി. പിന്നെ അഭിലാഷിന് അറിയാമല്ലോ, കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ പതാകയൊക്കെ പാകിസ്ഥാന്റെ പതാകയോട് ഉപമിച്ചുകൊണ്ട് അമിത്ഷാ പ്രചരണം നടത്തി. ഇന്നലെ നോക്കൂ, ചാനൽ പ്രവർത്തകർ, ഒരുപാട് ചാനലുകളുടെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ അവിടെ രാഹുൽ ഗാന്ധിയുടെ വരവായത് കാരണം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. ലൈവിൽ പോയിട്ടുള്ള ബൈറ്റുകളുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, കൊടി പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണോ? അപ്പോൾ അതെ, പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണ്, അത് എടുക്കില്ല എന്ന് പറയാണ്. ഇതിപ്പോൾ ആരും കൊടി കൊണ്ടുവന്നിട്ടില്ല, ആർക്കും ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ കൊടിയുമായി വന്ന ആ വിഷ്വൽസ് അങ്ങേക്ക് അറിയാമല്ലോ, ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇതുപോലൊരു റോഡ് ഷോ നടത്തുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക, മുസ്ലിം ലീഗിന്റെ പതാക തുടങ്ങി വിവിധ ഘടകകക്ഷികളുടെ പതാക പാറിപ്പറന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളത് സവിശേഷമാണ്. അതെ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊടി പുറത്തിറക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് കൊടിയല്ലാത്ത മറ്റ് പ്രചരണായുധങ്ങളും വെച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നോട്ട് പോകാനുള്ള ആ അവകാശവും ഞങ്ങൾക്കുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഒരു വിവേചനാധികാരവും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അല്ലേ അഭിലാഷ്? പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്, കഴിഞ്ഞ തവണ ഈ ദേശീയ തലത്തിലൊക്കെ ഈ വർഗീയ ധ്രുവീകരണം ഇത് വെച്ചുണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു CPMന്റെ നേതാവ് മുന്നോട്ട് വന്ന് അതിനെ എതിർത്തിരുന്നോ? മുസ്ലിം ലീഗ് എന്നത് ഇവിടെ 1948 മുതൽ പ്രവർത്തിച്ചു പോരുന്ന പാർട്ടിയാണ് എന്നും 67 ഞങ്ങളുടെ കൂടെ സഖ്യകക്ഷിയായിട്ടുണ്ട് എന്നും അതിനുശേഷം കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് എന്നും അവർ ഇന്ന ജനാധിപത്യ മൂല്യ സങ്കല്പങ്ങൾക്ക് വിധേയമായിട്ട് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ആ കൊടി അവരുടേതാണ്, പാകിസ്ഥാൻ്റേതല്ല എന്ന് ഏതെങ്കിലും ഒരു CPMന്റെ നേതാവ് ഈ രാജ്യത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നിരാശയാണുള്ളത്. BJPക്ക് മുതലെടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയതിൽ BJPക്കാരെക്കാൾ വലിയ നിരാശ CPM പരസ്യമായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം എന്നതിൻ്റെ അപ്പുറത്തൊന്നും മറ്റ് കൂടുതൽ ചർച്ചകൾക്ക് അതിനകത്ത് പ്രസക്തിയില്ല. ഏതായാലും CPMനോടും BJPയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെ കൊടി കൊടുത്ത് അടി വാങ്ങുന്ന പണിയൊന്നും ഇനി ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെ എല്ലാ നിലക്കും എല്ലാ പഴുതുമടച്ച പോരാട്ടത്തിനാണ് സജ്ജമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായ തന്ത്രപരമായ ഏകോപനത്തിലൂടെ ആ ലക്ഷ്യം ഞാൻ ചൂണ്ടിക്കാണി. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ കൊടി കൊടുത്ത് അടി വാങ്ങാൻ ഞങ്ങളില്ല എന്ന്.
നോക്കൂ, ഈ നാട്ടിൽ ഇസ്ലാമികമായ ചിഹ്നങ്ങളോ ഇസ്ലാമികമായ അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന നിറങ്ങളോ വന്നു പോയാൽ അത് അപകടമാണ്, അത് മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കും എന്ന് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ഒരു കോഷൻ എടുക്കുമ്പോൾ നിങ്ങളെ ഇസ്ലാമോഫോബിയയെ ലെജിറ്റിമൈസ് ചെയ്യാണ്. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും, ആരെങ്കിലും എടുത്ത് ദുരുപയോഗം ചെയ്യുന്നു കോൺഗ്രസ് പോലൊരു പാർട്ടി പറയരുത്. ഞാൻ എൻ്റെ അഭിലാഷേ, ഈ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയെ കുറിച്ചിട്ട് അങ്ങ് വിദേശ രാജ്യത്ത് പരസ്യമായിട്ട് രാഹുൽ ഗാന്ധി അവരെ ചേർത്ത് നിർത്തി വലിയ തോതിൽ ഇവിടെ പത്രവാർത്തകളിൽ ഇടം പിടിച്ച ഒരു സംഗതിയൊക്കെ താങ്കൾ മറന്നുപോയിട്ടില്ലല്ലോ. അതും ഇവിടുത്തെ BJP-ക്കാരൊക്കെ വലിയ തോതിൽ ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ മുസ്ലിം ലീഗിനെയും എല്ലാ മുസ്ലിം മതനിരപേക്ഷവാദികളെയും പ്രസ്ഥാനങ്ങളെയും സംഘങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി അവർക്ക് ആത്മവിശ്വാസം നൽകി തന്നെ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്ന, കേരളത്തിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. പിന്നെ ഓരോ വേളയിലും കൊടി പുറത്തെടുക്കണോ, ചിഹ്നം പുറത്തെടുക്കണോ, പ്ലക്കാർഡ് പുറത്തെടുക്കണോ എന്നൊക്കെ ഞങ്ങളും മുസ്ലിം ലീഗും തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടിയുടെ കൊടി മാത്രമായിട്ട് എവിടെയും മാറ്റിവെക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, അതത്ര ലളിതമാണോ? താങ്കൾ പറഞ്ഞതുപോലെ 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകൃതമായതിനു ശേഷം അവരെല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മലബാറിലെ ലീഗിന്റെ നേതാക്കൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ, ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ബോക്കർ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കാളികളായവരാണ്. തുടർന്ന് ഇങ്ങോട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കുവഹിച്ചവരാണ്. ഇന്ത്യയെ ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രതിനിധീകരിച്ചവരാണ്. ഇ അഹമ്മദ് നിങ്ങളുടെ മന്ത്രിസഭയിൽ, UPA-യിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കൊടി എന്തിന്റെ പേരിലാണെങ്കിലും, ഇപ്പൊ കൊടിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് കൊടിയൊക്കെ പിന്നെ എടുക്കാം, ഇപ്പൊ കൊടിയൊന്നും വേണ്ട എന്ന് പറയുന്നതിനകത്ത് തന്നെ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ലളിതമാണോ? അല്ല അഭിലാഷ്, അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല അഭിലാഷ്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് നിങ്ങൾ ഇന്ന് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണല്ലോ. അങ്ങനെ കോൺഗ്രസ് കൊടി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അരയിൽ പൂഴ്ത്തത്തക്ക ദുർബലമായ ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അവർക്ക് വ്യക്തമായ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഉണ്ട്. അത് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അവർ നീങ്ങിയിട്ടുള്ളത്. പക്ഷേ അവരൊരു മതേതര ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി അവരതിന് ആനുപാതികമായിട്ട് എല്ലാ കാലത്തും നീങ്ങിയിട്ടുണ്ട്. ഇവിടെ 1992 ബാബരി മസ്ജിദ് ശേഷം ഉയർന്നു വന്ന അല്ലല്ല ഒരു മിനിറ്റ്, പച്ച കണ്ടാലൊന്നും മതേതര ഫാബ്രിക് ഇല്ലാണ്ടാവില്ല. 92 പച്ചയില്ലേ? അല്ല, അതല്ല, അത് മുസ്ലിം ലീഗിന്റെ വിവേചനാധികാരമാണ്. മുസ്ലിം ലീഗിന്റെ വിവേചനാധികാരമാണ് അവരുടെ കൊടി, അവരുടെ ചിഹ്നം, അവരുടെ മറ്റ് പ്രചരണ സാമഗ്രികളൊക്കെ എത്തരത്തിൽ എങ്ങനെ എവിടെയൊക്കെ പ്രദർശിപ്പിക്കണം, സമീപിക്കണമെന്ന് അത് മുസ്ലിം ലീഗിന്റെ, ഇത് കോൺഗ്രസിന്റെ, സമാനമായിട്ട് മറ്റ് പാർട്ടികളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞ നേരത്തെ 92 ബാബരി മസ്ജിദിന് ശേഷം ഇവിടുത്തെ ഒരുപാട് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ ലീഗിനെതിരെ താരാട്ട് തൊട്ടിലിൽ കിടത്തി സംയമനം പാട്ടുപാടി ഞങ്ങളെ ഉറക്കി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അവരെയൊക്കെ ഗാന്ധിയോടും നെഹ്റുവിനോടൊക്കെ ഉപമിച്ച് ചേർത്ത് നിർത്തിയവരാണ് ഈ CPM-കാര്. അവരെല്ലാ കാലത്തും നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഏത് തലത്തിലേക്കും വഴിമാറുന്നവരാണ്. അവർക്ക് വല്ല സ്ഥിരതയുണ്ടോ? ലോക്സഭ വരുമ്പോൾ ന്യൂനപക്ഷ പ്രകടനം, നിയമസഭ വരുമ്പോൾ ഭൂരിപക്ഷ പ്രകടനം, 10 വോട്ട് കിട്ടണം, ജയിക്കണം. അതിന് കൊടിയെങ്കിൽ കൊടി, വടിയെങ്കിൽ വടി, ബോർഡെങ്കിൽ ബോർഡ്. അതിനപ്പുറത്ത് CPM-ന് വല്ല നയനിലപാടും ഉണ്ടോ? BJP-ക്കാർ പറയുന്നെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ, ആത്യന്തികമായിട്ട് വലതുപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ശരി, എന്താണ് ശ്രീ അനിൽകുമാർ അതിനുള്ള മറുപടി? മുസ്ലിം ലീഗ് കൊടിയോ വടിയോ ഒക്കെ എടുക്കട്ടെ, അത് അവരുടെ കാര്യം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങളുടെ കൊടിയും വടിയൊന്നും നിങ്ങൾ നോക്കണ്ടെന്ന്. മുസ്ലിം ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് CPM-ന് ഇത്ര മനോവേദന? ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് അസീമുള്ള ഖാനാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആശയമെന്ന് പറയുന്നത് സംഘപരിവാരത്തിനുള്ള മറുപടിയാണ്. മുസ്ലിം എന്ന് പേര് കേട്ടാൽ ഉടൻ തന്നെ അത് ഇന്ത്യ വിരുദ്ധമാണ് എന്ന ആഖ്യാനം BJP ഉണ്ടാക്കുമ്പോൾ ആ ആഖ്യാനത്തിനെതിരായി എത്രയോ ശരിയായ യാഥാർത്ഥ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. മഹാഭാരതം ആദ്യമായിട്ട് പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്ത അക്ബറെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സചിത്ര രാമായണം ആദ്യം ഉണ്ടാക്കിയത് അക്ബർ ചക്രവർത്തിയാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ സംഘപരിവാരം ഒരു ആശയം ഉയർത്തിക്കൊണ്ടുവന്നാൽ ആ ആശയത്തിന് കീഴ്പ്പെടുന്നതല്ല. ആശയത്തിന് രാജ്യചരിത്രത്തിൽ മറുപടി പറയാൻ എത്രയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പതാകയല്ല ലീഗിൻ്റെ പതാക. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനം പണയപ്പെടുത്തിയിരുന്ന RSSൻ്റെ പതാകയിൽ നിന്നും എന്താണ് ലീഗിൻ്റെ പതാകയ്ക്കുള്ള വ്യത്യാസം? ആ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒപ്പം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായൊരു ലീഗാണ്. പിന്നീടാണ് ദ്വിരാഷ്ട്രവാദം ആദ്യമായി സംഘപരിവാർ ഉയർത്തി, പിന്നീട് ലീഗും ഉയർത്തി. ആ ലീഗല്ല ഇന്നത്തെ ലീഗ്. ഇവിടെ നമ്മൾ കാണേണ്ടത്
INA കലാപകാരികളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ട പ്രക്ഷോഭണം ഓർക്ക് 1946 INA കലാപം. അല്ല, അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ശ്രീ അനിൽകുമാർ, അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചരിത്രപരമായ എന്തെങ്കിലും വസ്തുത വെച്ചിട്ടല്ല ലീഗ് ഇന്ന് CPM-നോട് പറഞ്ഞത് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അവസരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയാണ് പിണറായി വിജയന്റെ പ്രസ്താവനയിൽ എന്നാണ്. നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്, CPM-ഉം BJP-യും ഒരേ തൂവൽ പക്ഷികളാണ്. ആ ഒരേ തൂവൽ പക്ഷികൾ ഒരേ സ്വരത്തിൽ കൂവുകയാണെന്നാണ് ലീഗ് ഇന്ന് പറഞ്ഞത്. അല്ലാതെ CPM പറഞ്ഞതുപോലെ അയ്യോ ഞങ്ങളുടെ പതാക പൊക്കാൻ പറ്റിയില്ല, വലിയ കഷ്ടമായി പോയി എന്നല്ല. ഞാൻ ലീഗിനെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ മസ്രകളിൽ അടിമത്ത ജീവിതമായി ആടുജീവിതമായി ജീവിക്കുന്ന ലീഗിനെ കുറിച്ച് തന്നെ പറയുന്നത്. ആ ലീഗിന് ഒരു ചരിത്രം തിരിച്ചു പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന്. അത് BJP-യോട് പറയേണ്ട ചരിത്രമാണ്. നിങ്ങൾ സംഘപരിവാരത്തിൻ്റെ കാല് നിൽക്കുമ്പോൾ INA കലാപകാരികളെ വിട്ടുവയ്ക്കാൻ ബോംബെ നാവിക കലാപം നടക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ദേശീയ പതാകയ്ക്കൊപ്പം ലീഗിൻ്റെ പതാകയും ഉയർന്നപ്പോൾ കാവ്യ പതാക എവിടെ പോയി? ഇതല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഞങ്ങൾ പതാക താഴ്ത്തുകയല്ല, ഞങ്ങൾ പതാക ഉയർത്തിയവരാണ്. പാകിസ്ഥാൻ്റെ പതാകയല്ല. അന്ന് ബ്രിട്ടനോടൊപ്പം യൂണിയൻ ജാക്കിനോടൊപ്പം നിന്നതാണ് സംഘപരിവാരത്തിൻ്റെ കൊടി. ഇത് പ്രത്യയശാസ്ത്രപരമായി പറയാൻ ബാധ്യതപ്പെട്ട ഒരു മുന്നണിയുടെ പേരല്ല ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായി BJP-യോട് പൊരുതാൻ ബാധ്യതപ്പെട്ടവർ. അവരെന്ത് ചെയ്യുന്നു? ഒളിച്ചു പോകുന്നു. സംഘപരിവാരത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചില്ലേ? അതിൻ്റെ ഭാഗമല്ലേ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അസീമുള്ള ഖാനെ കുറിച്ച് പറഞ്ഞത്. അസീമുള്ള ഖാനെ പ്രശംസിച്ച് കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് പോവുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പോവുമോ? അങ്ങനൊന്നും കാണണമല്ലോ. അവിടെയാണ് ഇന്ത്യ ചരിത്രമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. സംഘപരിവാരത്തിനെതിരെ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവർ. ഇനി എൻ്റെ അടുത്ത ചോദ്യം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ അടിമത്തം അവിടെ നിൽക്കട്ടെ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരിനെ കുറിച്ചെല്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. 2004 ലീ അഹമ്മദ് മന്ത്രിയായല്ലോ. അന്ന് പൊന്നാനി ലോകസഭയിൽ ലീഗ് തോറ്റല്ലോ. പൊന്നാനിയിൽ ലീഗിനെ തോൽപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായ TK കമ്മ്യൂണിസ്റ്റ് ആർക്കാ പിന്തുണ കൊടുത്തത്? ലീ അഹമ്മദ് അടക്കമുള്ള ലീഗിന്റെ മന്ത്രിമാരോടൊപ്പം ഇരിക്കാൻ UPA സർക്കാരിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. ഞങ്ങൾ BJP-ക്കാരുടെ തടവറയിലാണെങ്കിൽ BJP-ക്കാർക്കാണ് നിൽക്കുന്നതെങ്കിൽ TK കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് 2004 UPA സർക്കാരിന് പിന്തുണ കൊടുക്കുന്നത്? ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. 2004 ഇ അഹമ്മദ് മന്ത്രിയായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഇല്ലായിരുന്നോ? നിങ്ങൾക്ക് അന്ന് പുളിക്കില്ലായിരുന്നോ? അപ്പം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മനസ്സിലായില്ലേ? ഞങ്ങൾ BJP-യുടെ കൂടെ നിൽക്കുന്നവരെല്ലാം നിങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലായില്ലേ ലീഗിന്? ഇനി തിരിച്ച് ലീഗിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളിപ്പോൾ പതാക മടക്കി ഇന്ത്യ മുന്നണിക്ക് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ BJP-യെ പുറത്താക്കിയാൽ അതിൽ ലീഗിൻ്റെ പങ്കാളിത്തം എന്താണ്? അധികാര പങ്കാളിത്തത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? 2004 പോലെ ലീഗിന് അതിൽ പങ്കാളിത്തപ്പെടുന്ന നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലേ? അങ്ങനെ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പകുതിയാണ് മന്ത്രിയായിട്ടിരിക്കുന്നത് BJP-ക്കാർ പ്രചരിപ്പിക്കുന്നു, കോൺഗ്രസ്സുകാർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഈ ആഖ്യാനങ്ങളെ ചെറുക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്നാണ്. ഈ രാജ്യത്തിനുണ്ട്, ഭാരതത്തിനുണ്ട്. ഭാരതം അതിൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചാൽ ഇന്ത്യ അതിൻ്റെ കരുത്തായി ഉയർന്നാൽ BJP വട്ടപൂജ്യമാകും. കേരളത്തിൽ വട്ടപൂജ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? കേരളത്തിൽ വട്ടപൂജ്യമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ രാജ്യത്ത് അവരെ ന്യൂനീകരിക്കാനാകും. ആത്മവിശ്വാസമില്ലാതെ ഞങ്ങൾ യുദ്ധം തോറ്റിരിക്കുന്നു. ഇപ്പൊ തന്നെ കൊടി പൊക്കത്തില്ല. ശരി, നമുക്ക് കൊടിയുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ കൊടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ശ്രീ സന്ദീപ് വാര്യർ, പച്ചക്കൊടിക്ക് എന്താണ് പ്രശ്നം? ഇന്ത്യയുടെ ദേശീയ പതാകയിൽ പച്ചയുണ്ട്, നിങ്ങളുടെ BJP-യുടെ കൊടിയിൽ പച്ചയുണ്ട്, കുങ്കുമ ഹരിത പതാകയാണ് BJP-യുടെ കൊടി. ഇപ്പോൾ മുസ്ലിം ലീഗ് ഇവിടുത്തെ ലെജിറ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്കൊരു പതാകയുണ്ട്, ആ പതാക അംഗീകാരമുള്ള പതാകയാണ്. അവരുടെ മുന്നണിയുടെ നേതാവ് വരുമ്പോൾ അവർ ആ പതാക ഉയർത്തും. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പച്ച നിറത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ പച്ചക്കൊടി ഉയർന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനാണ് കുഴപ്പമുള്ളത്. ആ പച്ചക്കൊടിയുടെ പേരിലാണ് രാജ്യം വിഭജിക്കപ്പെട്ടത്. ആ പച്ചക്കൊടി ഉയർത്തിയിട്ടാണ് 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് കേരളത്തിന്റെ തെരുവുകളിലൂടെ ഇവർ മുദ്രാവാക്യം വിളിച്ചത്. ആ പാർട്ടിയാണ് രാജ്യത്തെ വിഭജിച്ച പാർട്ടിയാണ്. ആ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടിട്ടല്ല, വിഭജനത്തിന്റെ ഭാഗമായിട്ട് ആ മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ കുറേ ആളുകൾ ഇവിടെ നിന്നു.
അവരാണ് പിന്നീട് മുസ്ലിം ലീഗ് ഇന്ത്യയുടെ ഭാഗമായി മാറിയ സമയത്ത് അവിടെ ഒരു ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. നെഹ്റു അതിനെ ഒരു കാലത്തും അംഗീകരിച്ചില്ല. ചത്ത കുതിര എന്നാണ് ഈ മുസ്ലിം ലീഗിനെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നെഹ്റു വിളിച്ചിരുന്നത്. നെഹ്റുവിന്റെ കാലശേഷം മാത്രമാണ് കോൺഗ്രസിനൊപ്പം ചേരാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ വെള്ളപൂശാൻ നിൽക്കേണ്ട. ഒന്നാന്തരം വർഗീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്, ഒന്നാന്തരം വർഗീയ പാർട്ടിയാണ്. ഒരു സമുദായത്തിന്റെ മാത്രം ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ വർഗീയ മുഖം ഇങ്ങനെ ഇടയ്ക്ക് പഞ്ചസാര ലൈനിൽ മുക്കി ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ മതേതര പാർട്ടിയാകാനൊന്നും പോകുന്നില്ല. സാമുദായിക പാർട്ടിയാണ് സന്ദീപ്. അവർ ഉയർത്തുന്ന കാലത്ത് ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ അവർക്കൊപ്പമായിരുന്നു. ഇപ്പോഴാണല്ലോ അവര് സാമുദായിക പാർട്ടി വർഗീയ പാർട്ടിയൊക്കെ ആവുന്നത്. ഞങ്ങളായിരുന്നില്ല അവർക്കൊപ്പം. ഒറിജിനൽ മുസ്ലിം ലീഗിന്റെ കൂടെ ഭരിച്ച ആളുകളാണ് ഹിന്ദു മഹാസഭ. ഞങ്ങൾ അവർക്കൊപ്പം ആയിരുന്നില്ല. ഞങ്ങൾ എങ്ങനെ അവർക്കൊപ്പാവുന്നത്? നിങ്ങൾ അവർക്കൊപ്പമായിരുന്നു. എങ്ങനെ ഞങ്ങളാവുന്നത്? ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയാണല്ലോ ജനസംഘം സ്ഥാപിച്ചത്. ആ ജനസംഘമാണല്ലോ BJP ആയത്. ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന സോമ ചാറ്റർജിയുടെ അച്ഛനാണല്ലോ പിന്നീട് CPMന്റെ MP ആയി മാറിയത്. അദ്ദേഹമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കേസുകൾ വായിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണല്ലോ ഗാന്ധിയെ വെടിവെച്ചു വന്നത്. എന്നാൽ ആ നറേറ്റീവ് എന്താ അങ്ങനെ അഭിലാഷ് പറയാത്ത എന്താ? അല്ലെ ശ്യാമപ്രസാദ് മുഖർജിയെ തള്ളിപ്പറയോ? ശരി, ശ്യാമപ്രസാദ് മുട്ടിപ്പോയോ? അല്ല, അത് CPM പറഞ്ഞാൽ പോരെ, ഞാൻ എന്തിനാ പറയേണ്ടത്? ശ്യാമപ്രസാദ് മുഖർജിയെ തള്ളിപ്പറയോ? എന്തിനാ ഞാൻ തള്ളി പറയുന്നത്? 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കുന്നത്. നിലപാടല്ല ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ നിലപാട് പാകിസ്ഥാൻ പ്രമേയം മൗലാന ഫസലുൽ ഹക്ക് പ്രഖ്യാപിക്കുന്നത് 1940 അത് കഴിഞ്ഞ് അതേ മൗലാന ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന ഡെപ്യൂട്ടി ആയിരുന്ന ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ മൗലാന ഫസലുൽ ഹക്ക് ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ആയിരുന്നു നിങ്ങളുടെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി. അപ്പൊ മുസ്ലിം ലീഗിന്റെ കൂടെ ഭരിക്കുക മാത്രമല്ല, ആ സമയത്ത് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇതിനെ അടിച്ചമർത്തണമെന്ന് പ്രഖ്യാപിച്ച ശ്യാമപ്രസാദ് മുഖർജി. അങ്ങനെയാണെങ്കിൽ താങ്കൾ തള്ളിപ്പറയണ്ടേ ഈ പാകിസ്ഥാൻ വാദികളുടെ കൂടെ പാകിസ്ഥാൻ വേണമെന്ന് പ്രമേയം പാസാക്കി അതേ ആളുടെ ഡെപ്യൂട്ടിയായി ഭരിച്ച ആളല്ലേ ശ്യാമപ്രസാദ് മുഖർജി? ഞാൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ അദ്ദേഹത്തിന്റെ മുൻപ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ അവരുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പ്രതികരിക്കുന്നത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. ജനസംഘവും RSSഉം ഒക്കെ അക്കാലത്തെടുത്തുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിന്റെ വിഭജനം നടക്കരുത് എന്ന് ആഗ്രഹിച്ചവരാണ്. ഒന്ന്. രണ്ട്, അഭിലാഷ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അഭിലാഷ്, എന്നിട്ട് അഭിലാഷിന്റെ ജ്ഞാനം വിളമ്പ്. ഞാനൊന്ന് പറയട്ടെ. മുസ്ലിം ലീഗിന്റെ വിഭജന പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് 42 പ്രമേയം പാസാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. ദുരാഷ്ട്രവാദത്തിന്റെ മുസ്ലിം ലീഗിന്റെ വിഭജന പ്രമേയത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിഭജനത്തിന് അനുകൂലമായി എന്നുള്ളത്, വിഭജനത്തിനെതിരായിട്ടല്ല എന്നുള്ളത്. അത് മാത്രമല്ല, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ളവർ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ ലേഖനങ്ങളിലൂടെ അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇവിടെ അനിൽകുമാർ വലിയ തോതിൽ പറഞ്ഞല്ലോ അവരുടെ പാർട്ടി ഏതോ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിന്നു, ഞങ്ങളെല്ലാം അതിനെ ഒറ്റിക്കൊടുത്തവർ. വാസ്തവത്തിൽ ചരിത്രം എന്താ? ഞാൻ ഈ ചരിത്രം മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ പറഞ്ഞപ്പോൾ ഗോവിന്ദ മാഷ് പച്ചക്കള്ളം എന്നൊക്കെ പറഞ്ഞൊരു നോട്ടീസ് അയച്ചു. അതിലപ്പുറം ഞാനൊന്നും കണ്ടിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ പണവും വാങ്ങി 5 പ്രസിദ്ധീകരണങ്ങളാണ് നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയത്. നിങ്ങളുടെ നിരോധനം എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നീങ്ങിയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് ആ പണത്തിന്റെ ബലത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ദേശാഭിമാനിയുണ്ട്. ഞാൻ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ഞാൻ പലതവണ വെല്ലുവിളിച്ചാണല്ലോ. നിങ്ങളുടെ മുഴുവൻ ചരിത്രവും വലിച്ചു പുറത്തേക്കണം, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. PC ജോഷി അയച്ച ലെറ്റർ, നിങ്ങളുടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അയച്ച ലെറ്റർ, 120 പേജ് വരുന്ന ലെറ്റർ, അതെല്ലാം ഇന്ത്യൻ ആർക്കൈവ്സിലും അതുപോലെ ലണ്ടൻ ആർക്കൈവ്സിലും ഒക്കെ ലഭ്യമാണ്. ഇന്നത് ആർക്കും വായിക്കാവുന്നതാണ്. ആ ചരിത്രപരമായിട്ടുള്ള രേഖകളൊക്കെ വായിക്കാവുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ച് INA ഭടന്മാരെ മുഴുവൻ ഒറ്റിക്കൊടുത്തത് നിങ്ങളാണ്. വക്കം അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന ധീര ദേശാഭിമാനി കേരളത്തിന്റെ കടപ്പുറത്ത് വന്നിറങ്ങിയപ്പോൾ പിടിച്ചു കൊടുത്തത് നിങ്ങളാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. കമ്മ്യൂണിസ്റ്റുകാരാണ് ഒറ്റിയത് സുഭാഷ് ചന്ദ്രബോസിന്റെ INA ഭടന്മാരെ. ഇത് ചരിത്ര വസ്തുതയല്ലേ? കാന്തലോട്ട് കുഞ്ഞമ്പു അടക്കമുള്ളവർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, മനോരമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? ഒന്നാന്തരം ഒറ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ.
ഈ രാജ്യത്തെ പിറകിൽ നിന്ന് നൂത്തിയവരാണ്, ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങിയവരാണ്. ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങി അവർ നിയമപരമായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയവരാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. ഒറ്റുകാരുടെ റോളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. രാജ്യം വിഭജിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് ഇനി അനിലിനോട് പറയാനുള്ളത്. ഇനി ലീഗിന്റെ മഹാത്മ്യം. ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ നെഹ്റു പോലും അംഗീകരിച്ചിട്ടില്ലല്ലോ. ചത്ത കുതിര എന്ന് വിളിച്ചതാണല്ലോ. ആ ലീഗ് പിന്നെ ദേശീയ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവിശ്യ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നോ? ആ സർക്കാരിൽ മറ്റേതെങ്കിലും വകുപ്പിൽ ശ്യാം പ്രസാദ് മുഖർജി ഉണ്ടായിരുന്നോ? ഒന്നുമല്ല പ്രസക്തമായിട്ടുള്ള കാര്യം. മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ്. മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി കൂട്ടുന്നു എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലീഗിനെ മതേതര കക്ഷിയാക്കാൻ വേണ്ടി നിങ്ങൾ ആരും അത്യധ്വാനം ചെയ്യേണ്ടതില്ല. ഇവിടുത്തെ ചരിത്രമൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇന്നലെ കൽപ്പറ്റയിൽ നടന്നതല്ലേ പ്രശ്നം? കൽപ്പറ്റയിൽ ലീഗിന്റെ കൊടി എന്തേ കോൺഗ്രസിന് എടുക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ട് കോൺഗ്രസിന്റെ കൊടി പോലും പുറത്തെടുക്കാൻ പറ്റുന്നില്ല? ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും പുറത്തെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ ഭയന്നിരിക്കുന്നു എന്നാണോ പറയുന്നത്? ഞങ്ങൾ കൊടിയും വടിയും എടുത്തു കഴിഞ്ഞാൽ BJP എന്തോ നറേറ്റീവ് കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത്. ശരി, ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, സ്വാഭാവികമാണ്. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ട് സ്വന്തം കൊടി പോലും നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് BJPയെ പരാജയപ്പെടുത്താൻ പോകുന്നത്? നിങ്ങൾക്ക് BJPയെ തോൽപ്പിക്കാൻ പറ്റുമോ? പേടിച്ച് കൊടി പോലും ഉപേക്ഷിച്ച് ഓടുന്നവരാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പരാജയപ്പെടുത്താൻ പോകുന്നത്? അങ്ങനെ പരാജയപ്പെടുന്ന ജനങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് വാക്ക് കൊടുക്കുന്നത്? ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ മുസ്ലിം ലീഗിന്റെ കൊടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിഭജനത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച ജനങ്ങൾക്ക് അതൊരു ഭയാനകമായിട്ടുള്ള കൊടിയാണ്. ഒരുപക്ഷെ കേരളം ഈ വിഭജനത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കാത്തതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ പുറമേക്കുള്ള മതേതര നാടകത്തിലൊക്കെ വീണിട്ടുണ്ടാകാം. പക്ഷേ ഉത്തരേന്ത്യക്കാർക്ക് വിഭജനത്തിന്റെ ദുരന്ത ഫലം അനുഭവിച്ചവർക്ക് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ശവശരീരം ട്രെയിനുകളിൽ വന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനതയ്ക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു തീവ്ര വർഗീയ കക്ഷിയാണ്. അതൊരു ഭീകരമായ സ്വപ്നമാണ്, ഭീകരമായ അവരുടെ ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കോൺഗ്രസ് ലീഗിനൊപ്പം ചേരുന്നത് അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഈ പരിപാടി നടക്കുന്ന ഇത്രയും കാലം അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ പച്ചക്കൊടി എടുത്ത് രാഹുൽ ഗാന്ധിയുടെ റാലി നടക്കുന്നത് രാജ്യം മുഴുവൻ എത്തി. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് അതിന്റെ തിരിച്ചടി കിട്ടി. അതിലെന്താ തർക്കമുള്ളത്? ഇപ്പൊ അവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് വസ്തുത. ശരി, ധൈര്യമില്ല എന്നുള്ള പോയിന്റിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഇപ്പൊ പറഞ്ഞ കാര്യത്തിനുള്ള, അതായത് ചരിത്രത്തിനുള്ള മറുപടി പറയാം. അതിനുശേഷം നമുക്ക് അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ലീഗിന്റെ കൊടിയിലേക്ക് വരാം. ചരിത്രം വർത്തമാനത്തിന്റെ ഇന്ധനമാണ്. നിങ്ങൾ ചരിത്രം പറഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പതാക ഉയർത്തിത്തന്ന് നിൽക്കും. കാരണം ചരിത്രത്തിൽ ഉയർന്നു നിന്ന പതാകകളാണത്. ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് തുടയ്ക്കാൻ ഉപയോഗിച്ച പതാകയാണ് RSSന്റെ പതാക. അതുകൊണ്ട് ചരിത്രം പറഞ്ഞാൽ RSSകാർക്ക് പതാക താഴും. അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം പറയുന്നത് പതാക താഴ്ത്താനല്ല, പതാക ഉയർത്തി വയ്ക്കാനാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് 1947 ആഗസ്റ്റ് 15 AKG ജയിലിൽ കിടന്നത്? ഏത് കേസിലായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാനായ AKG കമ്മ്യൂണിസ്റ്റ് നേതാവ് AK ഗോപാലൻ ജയിലിലായിരുന്നു. 47 ആഗസ്റ്റ് 15 AKG ജയിലിൽ കിടന്നാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്. AKG എങ്ങനെ ജയിലിൽ പോയി? ഏത് കേസിലാണ് ജയിലിൽ പോയത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കള്ളക്കഥ പറയരുത് കേട്ടോ. ഈ ബ്രിട്ടീഷുകാർ 2 തവണ നിരോധിച്ച പത്രത്തിൻ്റെ പേരാണ് ദേശാഭിമാനി. ഒന്ന് ചൊവ്വര പരമേശ്വരൻ ഒരു കവിത എഴുതി, ആ കവിതയെ തുടർന്ന് ദേശാഭിമാനി നിരോധിച്ചു, കണ്ടുകെട്ടി. അത് ബ്രിട്ടീഷുകാരാണ്. അതിന് മഹാനായ AKG സിലോണിൽ പോയി പിരിവ് നടത്തിയിട്ടാണ് 5000 രൂപ കെട്ടിവെച്ചത്, പിഴയടച്ചത്. അന്ന് ഇടിക്ക് പകരം ബ്രിട്ടീഷുകാർ പിഴ അടയ്ക്കാൻ പറയുമായിരുന്നു. ഇന്നാണല്ലോ നിങ്ങൾ ആയിട്ട് വരുന്നത്. 1948 ദേശാഭിമാനി ഒരു ലേഖനം എഴുതി, ആഹ്വാനവും താക്കീതും. മലബാർ കലാപത്തിൻ്റെ 25ാം വാർഷികത്തിൽ ദേശാഭിമാനി ബ്രിട്ടീഷുകാർ വീണ്ടും നിരോധിച്ചു. ആ നിരോധനം എപ്പോഴാണ് പിന്നെ അവസാനിപ്പിച്ചത്? ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ, അതിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നപ്പോൾ അന്നെല്ലാം ബ്രിട്ടീഷുകാരുടെ കാല് നിൽക്കുക മാത്രമല്ല, സന്ദീപാരോട് ഞാൻ പറയുകയാണ്, ഒരാളുടെ പേര് പറയാമോ? RSSന്റെ ഭാഗമായിരുന്ന ഒരാളുടെ പേര് പറയാമോ ബ്രിട്ടീഷുകാർക്കെതിരെ ജയിലിൽ കിടന്നത്? നിങ്ങൾ പറ, എന്നിട്ട് പറ, നമുക്ക് കണക്ക് പറയാം. പിന്നെ ദേശാഭിമാനി ആരംഭിക്കാൻ ബ്രിട്ടീഷുകാരുടെ പണം കിട്ടിയെന്ന് പറഞ്ഞാൽ, കള്ളക്കഥ പറഞ്ഞാൽ അത് കേസ് വരുന്ന കേസ് തന്നെയാണ്. കാരണം നിങ്ങൾ തെളിവില്ലല്ലോ. നിങ്ങൾ പൊട്ടത്തരം കള്ളക്കഥയല്ലാണ്ട് പിന്നെ എന്താ പറയുന്നത്? ഇനി ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട അഭിലാഷിനെ അപമാനിക്കാൻ പഠിഞ്ഞ് ചരിത്രം പറയുന്നു, ജ്ഞാനം വിളമ്പുന്നു. ഞാൻ പറയാം, സിന്ധ് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ്, ഞാൻ പറയട്ടെ, ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ് മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും കൂടെ ഭരിച്ചു. എന്നിട്ടോ ആ നിയമസഭ പ്രമേയം പാസാക്കി.
മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രമേയം പാസ്സാക്കിയതിനെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് സിന്ധിലെ നിയമസഭ പ്രമേയം പാസ്സാക്കി. സിന്ധിലെ നിയമസഭ പാകിസ്ഥാൻ അനുകൂല പ്രമേയം പാസ്സാക്കിയപ്പോൾ ഹിന്ദു മഹാസഭ രാജിവെച്ചില്ല. മന്ത്രിമാർ അവിടെ തന്നെ ഇരുന്നു. അത് പഞ്ചാബിലാണെങ്കിൽ, സിന്ധ് പ്രവിശ്യയിലാണെങ്കിൽ, ഇപ്പുറത്ത് ബംഗാളിലാണ് ശ്യാം പ്രസാദ് മുഖർജി തെളിഞ്ഞിരുന്നത്. ആ ശ്യാം പ്രസാദ് മുഖർജി ആരംഭിച്ച ഒരു പ്രസ്ഥാനം, ഒറ്റുകാരൻ ആരംഭിച്ചൊരു പ്രസ്ഥാനം, പാകിസ്ഥാൻ പ്രമേയം വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ച് ഇന്ന് രാജ്യത്തെ വിഭജിക്കുന്ന കൊടിയാണ് ലീഗിൻ്റെ കൊടി. സമ്മതിച്ചു. ഇന്ന് ഇന്ത്യ വിഭജിക്കുന്ന കൊടി ഏതാ? മണിപ്പൂരിൽ ഇന്ത്യ ഉപയോഗിച്ച കൊടി RSSൻ്റെ കൊടി, പഞ്ചാബിൽ ഇന്ത്യ വിഭജിക്കുന്ന കൊടി RSSൻ്റെ കൊടി, ഗുജറാത്തിൽ മനുഷ്യനെ ഇടുങ്ങിയ ഭിത്തികൾക്കിടയിൽ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന കൊടി RSSൻ്റെ കൊടി. നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും വിഭജനത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൺമുമ്പിലെ കൊടിയാണ് RSSൻ്റെ കൊടി. ആ കൊടിപ്പടം താഴ്ത്താൻ ഈ രാജ്യത്ത് ഉയർന്നു നിൽക്കേണ്ട ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ കൊടിയുണ്ട്. ആ കൊടിയുടെ ഭാഗമായി ഉയരേണ്ട കൊടികൾ ഉയരണം. അതിന് പ്രത്യയശാസ്ത്രപരമായി യുദ്ധം ചെയ്യാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ദാസ്യമല്ല, RSSനോടുള്ള സംഘപരിവാരത്തിനോട് ഞങ്ങളുടെ കലഹമാണ്. ഞങ്ങൾ നടത്തുന്ന കലഹത്തിനൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല, ലീഗിന് പറ്റുന്നില്ല. അത് നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണ്. അതുകൊണ്ട് ഭയം ഒരാളെയും രക്ഷപ്പെടുത്തില്ല. ആ ഭയത്തിൻ്റെ സിംഹാസനങ്ങളിലിരിക്കുന്ന ലീഗിനും കോൺഗ്രസിനും BJPക്കെതിരായ യുദ്ധത്തെ വിജയിപ്പിക്കാനാവില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ വാദം. ശരി, ഓക്കെ. ഇനി ആ ടോപ്പിക്ക് നമ്മൾ ക്ലോസ് ചെയ്യാണ്. വയനാട്ടിലേക്ക് തന്നെ വീണ്ടും പോയാൽ ശ്രീ നൗഷാദ് അലി, BJPക്കെതിരെ, RSSന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ ഐഡിയോളജിക്കൽ പൊസിഷനിലുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം നല്ല ബോധ്യത്തിലാണ് അക്കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വരുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മറ്റാർക്കും ആയുധമാകരുതേ എന്നുള്ള നിലയിൽ നിയന്ത്രിക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒന്നാമത്തെ പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. അതിലൂടെ സന്ദീപ് വാര്യർ പറഞ്ഞത് നോക്കൂ, BJP ദുരുപയോഗം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യും എന്ന് പേടിച്ച് ഇങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് പോകുന്ന ആളുകൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക? നേർക്കുനേർ പോരാട്ടത്തിൽ ഇതുപോലെയുള്ള കോംപ്രമൈസുകൾ വരുത്തുന്ന ആളുകൾ നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണോ? അഭിലാഷ്, ഒരു ഗ്ലോറിയസ് ആയ ഒരു ഹിസ്റ്ററിയിലെ രണ്ട് പ്രതിനായകന്മാർ, രണ്ട് വില്ലന്മാർ കൂടി തർക്കിച്ചു, നായകൻ മിണ്ടണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട എന്ന് പറഞ്ഞൊന്നും ന്യായമല്ല. ഇവിടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിലും ബംഗാളിലും പഞ്ചാബിലും ലിയാഖത്ത് അലി ഖാനും ഫസലുൽ ഹക്കും ചൗധരി ഇഫ്തിഖാറുദ്ദീൻ ഖാനും മുഖ്യമന്ത്രിമാരായിരുന്ന സമയത്ത്, അന്ന് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബ്രിട്ടനെതിരെ തിരിഞ്ഞ് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും ഈ പറഞ്ഞ ഹിന്ദു മഹാസഭക്കാരും സർവേന്ത്യ ലീഗുകാരും ചേർന്നാണ് ഇന്ത്യയിലെ എല്ലാ പ്രവിശ്യയും ഭരിച്ചത്. അന്ന് ഈ പറഞ്ഞ 3 പ്രൊവിൻസുകളിലും ഈ പറഞ്ഞ ഹിന്ദു മഹാസഭക്കാരും മന്ത്രിയാണ്. അതുപോലെ തന്നെ അന്ന് നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ അനുകൂല പ്രമേയം പാസ്സാക്കിയപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യാതിരുന്നവരാണ് ഹിന്ദു മഹാസഭക്കാർ. 936 ലാഹോർ ഹിന്ദു മഹാസഭാ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യ വിഭജിക്കണമെന്നൊരു ആശയം സവർക്കർ മുന്നോട്ട് വെച്ചത്. ഈ രാജ്യത്തിൻ്റെ സമരം ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കളോടാണ്. നിങ്ങൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ട് ഊർജം പാഴാക്കരുതെന്നൊക്കെ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ പിൻതലമുറക്കാരൊക്കെ ഇന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. അതൊക്കെ ചരിത്രം പറയുന്ന ആളുകൾ വിലയിരുത്തിക്കൊള്ളും. പിന്നെ MN റോയുടെ ഓർമ്മക്കുറിപ്പുകളിലുണ്ട് എങ്ങനെയാണ് അവർ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയെന്നൊക്കെ. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് അഭിലാഷ് പറഞ്ഞുകൊണ്ട് കടക്കുന്നില്ല. ഏതായാലും ഇന്ത്യയെ ഒറ്റിക്കൊടുക്കാൻ കൂട്ടുന്ന ആളുകളൊക്കെ ഇന്ന് പരസ്പരം ചളിവാരി എറിഞ്ഞ് അവരുടെ സ്വത്തുമൊക്കെ പുറത്തു വരുന്നത് ആളുകൾ വിലയിരുത്തിക്കൊള്ളട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ആദ്യമായിട്ട് 936 പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലീഗ് വളരെ ചുരുങ്ങി 5% വോട്ടിലൊതുങ്ങി. അന്നാണ് ഇസ്ലാം ഇൻ ഡേഞ്ചർ എമംഗ് ഇന്ത്യ എന്നും പറഞ്ഞ് ജിന്ന വലിയ ഇന്ത്യ മുഴുവനുള്ള പര്യടനത്തിന് ആരംഭിച്ചത്. ആ മുദ്രാവാക്യം വരെ ഹിന്ദു ഖത്രെ മേഹ എന്ന് പറഞ്ഞ് കടമെടുത്ത ആളുകളാണ് ഇപ്പോഴത്തെ സംഘപരിവാറുകാർ. അവർ ജിന്നയെയും സർവേന്ത്യ മുസ്ലിം ലീഗിനെയും പദാനുപദം പകർത്തി അങ്ങ് ജർമ്മനിയെയും ഇറ്റലിയെയും പകർത്തിയ പോലെ അത്തരത്തിലുള്ള ഫാസിസ്റ്റ് രൂപമൊക്കെയാണ് ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലേറിയിട്ട് ഇത്തരത്തിലുള്ള നുണപ്രചരണമായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന് പ്രേക്ഷകർക്കറിയാം. ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അസത്യങ്ങളെ, ഇല്ലാത്ത കഥകളെയൊക്കെ പെരുപ്പിച്ച് കാട്ടി ലക്ഷക്കണക്കിന് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ആളുകളുടെ നിരക്ഷരത്വമൊക്കെ മുതലെടുത്തുകൊണ്ട് അടിച്ചേൽപ്പിച്ച് അവരെയൊക്കെ ഒരു മാസ് ഹിസ്റ്റീരിയയിലേക്ക് കൊണ്ടുപോകുന്ന പണി ആസൂത്രിതമായിട്ട് BJP നടത്തുന്നു. മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുക്കുന്നു, കോർപ്പറേറ്റുകളെ കൂട്ടുപിടിക്കുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ വരിയുടച്ച കാളകളാക്കി മാറ്റുന്നു, കോടതികളെപ്പോലും അസ്ത്രപ്രജ്ഞരാക്കി നിർത്തുന്നു. ഇത്തരത്തിൽ
സമ്പൂർണ്ണ ആധിപത്യം നേടി അവർ മുന്നോട്ട് പോവുകയാണ്, എല്ലാ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങളൊരു ഹീറോ വേർഷിപ്പോടുകൂടി വിശദീകരിക്കുക? അത് യഥാർത്ഥത്തിൽ അവർ പ്രതിനായകന്മാരാണ്, ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന വൈറസുകളാണ്, ഇതിൻ്റെ നന്മകളെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നവരാണ്. അവരെ എതിരിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യത്തിന് മുന്നിൽ കേരളത്തിലെ ഒരു ചെറിയ ചത്വരത്തിനകത്ത് മാത്രം ഒതുങ്ങി പുറത്തെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, എന്തായാലും കുഴപ്പമില്ല, ഈ രാജ്യത്ത് എവിടെയും BJPക്കെതിരെ ഒരു സീറ്റിലും മത്സരിക്കാത്തൊരു പാർട്ടിയായ CPM ഇത്തരത്തിലൊക്കെ പറയുന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. പക്ഷേ ഇത് സോളമൻ രാജാവിൻ്റെ മുമ്പിൽ കുഞ്ഞിനെ രണ്ടായി കീറാനുള്ള വിധി വന്നപ്പോൾ ആ കുഞ്ഞിനെ ശത്രു എടുത്താലും വേണ്ടില്ല, കുഞ്ഞ് ജീവനോടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ യഥാർത്ഥ അമ്മയുടെ റോളിൽ നിന്നുകൊണ്ട് കണ്ണിലെണ്ണ ഒഴിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുകയാണ്. ഈ വർഗീയ ഫാസിസ്റ്റുകളെ ഇവിടെ നിന്നും തുരത്താനായിട്ട് CPM ഈ രാജ്യത്ത് എവിടെയെങ്കിലും BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ദാനം കൊടുത്ത രാജസ്ഥാനിലെ സീറ്റിൽ മാത്രമാണ് എന്ന് അനിൽകുമാർ ഓർക്കണം. നിങ്ങൾ ഇത്തരത്തിൽ ഈ ചെറിയ പരിസരത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കോൺഗ്രസിനെ മുഖ്യശത്രുവാക്കി നേരിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ കേവല വിജയത്തിനപ്പുറത്തും മറ്റൊന്നും കണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ കേരള സംസ്ഥാനം വളരെ കൃത്യമായിട്ട് എങ്ങോട്ട് വിധി എഴുതണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള പുലഭ്യം പറച്ചിലുകൾ നടത്തിയിട്ടൊന്നും അത് മാറാൻ പോകുന്നില്ല എന്ന് അനിൽകുമാറിനെ CPMനെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും BJPക്കെതിരെ ഈ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണല്ലോ മത്സരിക്കുന്നത്. അത് BJPക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഞങ്ങളുടെ വിശാല മനസ്കതയും ഞങ്ങളുടെ ലക്ഷ്യബോധവുമാണ് അത്തരത്തിലുള്ള എല്ലാ തീരുമാനങ്ങളിലേക്കും ഞങ്ങളെ നയിക്കുന്നത്. സീറ്റുകൾ വിട്ടുകൊടുക്കുന്നു, നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒറ്റക്കാര്യം അല്ല, അത് മാത്രമല്ല, ഒറ്റക്കാര്യം തമിഴ്നാട്ടില്, ബീഹാറില്, പിന്നെ രാജസ്ഥാനില്, ത്രിപുരയില്, ബംഗാളിലൊക്കെ ഈ CPMനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. സാധ്യമായ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ളൊരു പോരാട്ടം നടത്തുകയാണ്. അവിടെ അതിനിടയിൽ BJPക്ക് ആനുപാതികമായി നരേറ്റീവ് ഉണ്ടാക്കി കേരളത്തിൽ 2 വോട്ട് കിട്ടാൻ നോക്കുമോ എന്നൊക്കെ ശ്രമിക്കുന്ന CPMനെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ അഭിലാഷേ മറ്റ് മാർഗമൊന്നുമില്ല. ഏതായാലും ഈ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം. മുസ്ലിം ലീഗിന് ഇല്ലാത്ത പരാതിയൊന്നും മുസ്ലിം ലീഗിന്റെ പേരിൽ അങ്ങനെ CPM സ്വയം വാപ്പ ചമഞ്ഞ് മുന്നോട്ട് വന്ന് ഇങ്ങനെ പരാമർശിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അത് അവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇവിടെ ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടി ഗാന്ധിയെ കൊന്ന കാലത്ത് മുസ്ലിം ലീഗ് ഇവിടെ പിന്നെ ഗായിദെ മില്ലത്ത് അന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഫണ്ടിന്റെ ബാക്കി ഇന്ത്യൻ മുസ്ലിം ലീഗിന് കൊടുക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യയുടെ കാര്യം ഇന്ത്യക്കാർ നോക്കിക്കൊള്ളാം, നിങ്ങൾ പാകിസ്ഥാന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 62 ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറഞ്ഞ് സ്ഥലജല വിഭ്രമം CPMനുണ്ടായ കാലത്ത് സ്വന്തം മകൻ മിയാഖാനെ അതിർത്തിയിലേക്ക് യുദ്ധത്തിന് പറഞ്ഞയച്ച ആളാണ് ഗായിദെ മില്ലത്ത്. ആ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗിനെ നിങ്ങൾ കൂടുതൽ ചൊറിഞ്ഞു മാന്തണ്ട. അവർക്കറിയാം ഈ രാജ്യത്തിന്റെ നന്മ എന്താണ്, എങ്ങോട്ടാണ് ചലിക്കേണ്ടത്, ചരിക്കേണ്ടത്. വളരെ സുമനസ്സുകളായ സുവിദിതങ്ങളും സുചിന്തിതങ്ങളുമായ തീരുമാനങ്ങളാണ് അവരുടേത്. അത് കാലം തെളിയിച്ചതാണ്. ഈ വിഷയത്തിലും അത് നാളെ കാലം തെളിയിക്കും അഭിലാഷ്. ശരി, ഓക്കെ. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് കേരളത്തിൽ ഘടകകക്ഷിയാണ്. അവരുടെ കൊടിയെടുത്ത് തന്നെയാണ് സഖ്യകക്ഷിയായിട്ടും അല്ലാതെയും ഒക്കെ മത്സരിക്കുന്നതും. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന ആള് വയനാട്ടിൽ മത്സരിക്കുമ്പോഴാണല്ലോ ഈ കൊടിയൊക്കെ വലിയ പ്രശ്നമാവുന്നത്. അപ്പം നിങ്ങൾക്ക് സഖ്യകക്ഷികളില്ലേ? PDPയുടെ ഒപ്പം ജമ്മു കാശ്മീർ ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ജൂനിയർ പാർട്ട്ണർമാരായിട്ടുള്ള എത്രയോ സർക്കാരുകളുണ്ട്. അവിടങ്ങളിലൊക്കെ ഇപ്പോൾ നാഗാലാൻഡിലോ അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ അതാത് പാർട്ടികൾ അവരുടെ കൊടിയെടുത്തിട്ട് തന്നെയാണ് നടക്കുക. അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളോ പ്രചരണ പരിപാടികളോ ഒക്കെ സംഘടിപ്പിക്കുക. ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ ജൂനിയർ പാർട്ട്ണർമാരായിരിക്കുന്ന എല്ലായിടത്തും ആ വലിയ സംവിധാനങ്ങളും കൊടികളും ഒക്കെ വേറെ പാർട്ടികളുടേതായിട്ടുണ്ടാവും. അതുകൊണ്ട് ഘടകകക്ഷിയുടെ പിന്തുണ ഉണ്ടാവുന്നുണ്ട്, ഘടകകക്ഷി പ്രവർത്തകർ ഒരാളെ സ്വീകരിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെയുള്ളത് എന്തോ വലിയ കുഴപ്പമാണ്, അതല്ലെങ്കിൽ ദൗർബല്യമാണ് എന്ന് കാണേണ്ടതുണ്ടോ? അഭിലാഷ്, അതിനു മുമ്പ് അനിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക്, അതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയട്ടെ. നേരത്തെ സമയം കിട്ടാതെ പോയതാണ്. അനിൽ വീണ്ടും പച്ചക്കള്ളങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശസ്നേഹത്തെക്കുറിച്ചൊക്കെ വാസ്തവത്തിൽ ആ കേസുമായിട്ട് അവർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായ രേഖകൾ സഹിതം കോടതിയിൽ അത് ബോധിപ്പിക്കാൻ സാധിക്കും. ഇവിടെ 42-ൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത്? അതുവരെ നിരോധിത സംഘടനയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത്? നിങ്ങളെ ലോകമായുധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു.
അന്ന് സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഹിറ്റ്ലറോടൊപ്പം നിന്നു. അന്ന് സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധമായിട്ട് നിങ്ങൾ അതിനെ പ്രകീർത്തിച്ചു. അതിനുശേഷം ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ കടന്നാക്രമിച്ചതിന് ശേഷം നിങ്ങൾ നിലപാട് മാറ്റി. നിങ്ങൾ നേരെ സോവിയറ്റ് യൂണിയന്റെ പുതിയ നിലപാടിനൊപ്പം നിന്നു. അപ്പം നിങ്ങൾ ഹിറ്റ്ലർക്കെതിരായ നിലപാട് സ്വീകരിച്ചു. ആ സമയത്ത് നിങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനൊപ്പം ചേർന്നു. ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് പണം തന്നു. നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പകരമായി ക്വിറ്റ് ഇന്ത്യ സമരക്കാരെ ഒറ്റിക്കൊടുത്തു. ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് വരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പണം കിട്ടി. PC ജോഷി 3 ലക്ഷം രൂപ ബ്രിട്ടീഷുകാരിൽ വാങ്ങിയെന്ന് ബംഗാൾ സർക്കാരിന്റെ തന്നെ രേഖയിൽ പറയുന്നുണ്ട്. ബംഗാൾ സർക്കാരിന്റെ തന്നെ രേഖയിൽ പറയുന്നുണ്ട്. അല്ല അനിൽ അനിലെ അനിൽ പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നല്ലോ. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല ഷാനിൽകുമാർ പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങേക്ക് അതിൽ വൃത്തികെട്ട അവസരം തരാം. എന്ന് വൃത്തികെട്ട വർത്തമാനം പറയുന്നത്. അല്ല ഒരു സ്ത്രീയെ ഇത് പിൻവലിക്കണം. ഒരു സ്ത്രീയാണ് ഇവർ അവഹേളിക്കുന്നത്. അല്ല നോക്കൂ, ഞാൻ പറയുന്നത് ഒരു സ്ത്രീയാണ് ഇവർ അവഹേളിക്കുന്നത്. അല്ല ആരും ആരെയും അവഹേളിക്കുന്നത്. അല്ല ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാനായിരുന്നു ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ കുറിച്ച് ഞാനായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അഭിലാഷ് സമ്മതിക്കോ? ഇല്ല, ഞാൻ ആരെ അഭിലാഷ് ഒരു സമ്മതിക്കോ? ഇത് ആദ്യം ഞാൻ പറയുന്നത് സമ്മതിക്കോ? ആരായാലും തോന്നിവാസം പറഞ്ഞവനെ ഇറക്കി വിട്. അല്ല ആരെയും അവഹേളിക്കരുത്. ആരെയും അവഹേളിക്കരുത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ആദ്യം പറഞ്ഞത് നോക്കൂ, ഞാൻ പറയുന്നത് ആദ്യം സന്ദീപ് വാര്യർ പറയൂ, അതിനുശേഷം ഞാൻ ഷാനിൽകുമാറിന് യോജിക്കാനുള്ള അവസരത്തിൽ അങ്ങനെയല്ലേ ഒരു ചർച്ച നടത്താൻ പറ്റുള്ളൂ. കാര്യങ്ങൾ പറയുമ്പോ ഒരു വനിതാ നേതാവിനെ ഒരു തോന്നിവാസം പറയുന്നു, തെമ്മാടിത്തം പറയുന്നോ? അല്ല ഇത് ഇങ്ങനെ ഈ തരത്തിൽ നമുക്ക് ചർച്ച നടത്താൻ പറ്റില്ല. ഒരു വനിതാ നേതാവിനെ കുറിച്ച് പറഞ്ഞത് അഭിലാഷിന് സമാധാനം പറയേണ്ടി വരും. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അഭിലാഷിന് സമാധാനം പറയേണ്ടി വരും. ഞാൻ എന്തിനാണ് ആളുകൾ പറയുന്നതൊക്കെ സമാധാനം പറയുന്നത്? ഒരു വനിതാ നേതാവിനെ കുറിച്ചാണ് ഈ കേട്ടാലറിക്കുന്ന ഭാഷയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത്. അല്ല ഒരു കേട്ടാലറിക്കുന്ന ഭാഷയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ ഒരു ഈ തെമ്മാടിയെ ഉണ്ടല്ലോ, ഈ തെമ്മാടിയെ വെച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകാൻ പറ്റുമോ? ഷാനിൽകുമാർ, താങ്കൾ ആ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ? അല്ല ആരെയും അവഹേളിക്കുന്ന ഭാഷയിൽ ആരെയും അസഭ്യമൊക്കെ പറഞ്ഞോ? ഞാൻ കേട്ടില്ല. എന്തായാലും കേട്ടോണ്ടിരിക്കയോ? ഞാൻ ഈ ബഹളത്തിനിടയ്ക്ക് കേട്ടില്ല എന്താണ് നിവാസിയെ വെച്ചോണ്ട് ചർച്ചയിൽ പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഇവനെ ഇറക്കി വിടണം, അല്ലെങ്കിൽ ഞാൻ പോവാണ്. അല്ലല്ല, പരസ്പരം അങ്ങനെ അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തരുത്. ഇതൊരു ചർച്ചയല്ലേ? അങ്ങനെ പരസ്പരം അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തരുത്. വനിതയെ എന്നല്ല, ആരെയും അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തരുത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അതാണ് നിലപാട്. CPM നേതാക്കന്മാർ ഒരു വനിതാ നേതാവിനെ കുറിച്ച് തെമ്മാടിത്തരം പറഞ്ഞ അഭിലാഷ് അപേക്ഷിക്കുകയാണോ? അപേക്ഷിക്കുന്നില്ലല്ലോ. ആരും ചെയ്യരുത്. നിലപാട് പറ. അത് കഴിഞ്ഞിട്ട് മതി ചർച്ച. അല്ല എന്താണ് കഴിഞ്ഞിട്ട് മതി ചർച്ച. അല്ല തള്ളിപ്പറയ, ഈ തെമ്മാടിയെ തള്ളിപ്പറയ. ചർച്ച ഞാൻ ഈ ചർച്ചയ്ക്ക് ഞാൻ പോവാ. അല്ല കേൾക്കൂ, ഈ അനിൽകുമാർ എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലേ അനിൽകുമാർ എന്താണ് ഈ നിങ്ങൾ തമ്മിലുള്ള ബഹളത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമില്ല. എന്തായാലും വനിതകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള, അതിപ്പോ കേന്ദ്രമന്ത്രി എന്നല്ല, സാധാരണ വനിത ആയിക്കോട്ടെ, വനിതകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ്. അതാണ് നിലപാട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അംഗീകരിക്കില്ല. അതാണ് അക്കാര്യത്തിൽ വളരെ ഖണ്ഡിതമായ നിലപാട്. അതിൽ കേന്ദ്രമന്ത്രിയെന്നോ സംസ്ഥാന മന്ത്രിയെന്നോ ഇനി വളരെ സാധാരണക്കാരിയായ വനിതയെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ല. വനിതകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എവിടെയും അംഗീകരിക്കില്ല. ഈ ഫ്ലോറിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം ശ്രീ അനിൽകുമാർ. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഒറ്റുകൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ നൃത്തക്കാരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വനിതാ സഖാക്കൾ മാറി എന്നാ ചർച്ച പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? അപ്പോ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷണൽ ഉണ്ടായിരുന്ന ആളാരാ? പറഞ്ഞത് കേൾക്ക്. അല്ല പിന്നെ ഞാനെന്തിനാ പറയേണ്ട കാര്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വനിതാ സഖാക്കൾ നൃത്തം ചെയ്തോ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ? ഒരാൾക്കൊരു ചർച്ച വന്നിട്ട് എന്തും പറയാം അല്ലേ? അഭിലാഷ് ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്ക്. അല്ല ഇത് ഞാൻ നൃത്തം കണ്ടിട്ടുള്ളത് ആരുടെയാ? അല്ല അങ്ങനെ വനിതകൾ എന്നുള്ള മട്ടിൽ പറഞ്ഞോ? ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം. ശരി, അല്ല അത്തരം പരാമർശങ്ങളൊക്കെ ഒഴിവാക്കാം. നമ്മൾ കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്. കേട്ടോ, അല്ലാണ്ട് കേൾക്ക്. അഭിലാഷ് കേൾക്ക്. ശരി, പറയൂ. അഭിലാഷ് കേൾക്ക്. അല്ല ഞാൻ പറഞ്ഞല്ലോ, ആരെക്കുറിച്ചായാലും ആ തരത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്നുള്ള പറഞ്ഞല്ലോ. ആ വിഷയം ക്ലോസ് ചെയ്യാം.
ഏത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപമാനിക്കുന്ന തരത്തിൽ ഒരാൾ RSSകാരൻ വന്നിട്ട് ഞങ്ങളുടെ വനിതാ സഖാക്കൾ ബ്രിട്ടീഷുകാരുടെ നൃത്തക്കാരായിരുന്നു എന്ന് ഈ ചർച്ച പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണം. ശരി, ഓക്കെ. ഇനിയിപ്പോ നൃത്തത്തിന്റെ പാരമ്പര്യമുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. ശരി, നൃത്തം എന്നുള്ള കാര്യം വിടാം. നമ്മുടെ നൃത്തമല്ലല്ലോ, രാഷ്ട്രീയമല്ലേ പ്രധാനം. രാഷ്ട്രീയം പറയൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീ KP നൗഷാദ് അലി ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ നൗഷാദ് അലി ഉന്നയിച്ചിരുന്നു. കൃത്യമായിട്ട് രാഷ്ട്രീയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യത്തിനകത്ത് ഇതുപോലൊരു ഇലക്ഷൻ നടക്കുന്ന വേളയിൽ നിങ്ങൾ ഒരു മുന്നണിയായി മത്സരിക്കുമ്പോൾ വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരമാവധി പരസ്പരം ദുർബലമാക്കുക എന്നൊരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക? അവിടെയാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ തർക്കം. സംഘപരിവാരത്തെ എതിർക്കേണ്ടത് എങ്ങനെയാണ്? സംഘപരിവാരം കടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒറ്റുകാരാണ്. ആരാ ഞങ്ങൾ ഒറ്റുകാരാന്ന് പറയുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റെ നോമിനി പറയുകയാണ് ഞങ്ങളെപ്പോഴും ജയിലിലിട്ടവരാണ് കോൺഗ്രസ്സുകാർ. ഞങ്ങൾ ചരിത്രം മറക്കണോ? 57-ലെ EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് ജനാധിപത്യ? 57-ലെ EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് ജനാധിപത്യമാണോ? അതിനുശേഷം നമ്മുടെ ഈ കേരളത്തിനകത്ത് എത്രയോ തവണ അടിയന്തരാവസ്ഥ ജനാധിപത്യപരമാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ജയിലിലടച്ച ജനാധിപത്യപരമാണോ? ഇപ്പം ചൈനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ EMS പറഞ്ഞ വാചകം എന്താണ്? അവർ അവരുടേതെന്നും നമ്മൾ നമ്മളുടേതെന്നും. ചൈനക്കാരെക്കുറിച്ച് EMS പറയുന്നത് അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ച് നമ്മളും അവരും തമ്മിൽ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നല്ലേ EMS പറഞ്ഞത്. അതിനെതിരെ ഞങ്ങളെ ജയിലിലിട്ടത്. അപ്പോൾ വ്യാജ ദേശാഭിമാന ബോധം ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ആവർത്തന BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ BJPക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എന്തെല്ലാം കളവാ പറഞ്ഞത്? ഞങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് കാശ് വാങ്ങിച്ചു. ഞാൻ ഈ ചർച്ച ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ടോ? RSSനെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിനെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ടോ? അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 വന്ന കാലം മുതൽ നിരോധിക്കപ്പെട്ടു. ആ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത് 1943 മാത്രമാണ്. അങ്ങനെ 20 മുതൽ 23 അണ്ടർഗ്രൗണ്ട് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിക്കാൻ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ ദാസ്യമാണെന്നൊരു ചർച്ച പറഞ്ഞാലോ? അല്ല, നമ്മളിപ്പോ ഇനി അത്തരം ചരിത്രപരമായ വസ്തുതകളിലേക്ക് പറഞ്ഞാലോ? നമ്മൾ ഇനി അത്തരം ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളതൊക്കെയാണ്. നമുക്ക് വർത്തമാനകാല സംഭവങ്ങൾ പറയാലോ. അതെ, അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത്. അഭിലാഷ് തന്നെ BJPക്കാരോട് മറുപടി പറയാൻ ചരിത്രം വേണ്ടി വന്നില്ലേ? ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ കഥ എന്തിനാണ് അഭിലാഷ് പറഞ്ഞത്? നിങ്ങൾ ചരിത്രം പറഞ്ഞാൽ RSS പൊളിഞ്ഞു പോകും. ചരിത്രം പറഞ്ഞാൽ RSSും BJPയും തകരും. നരേന്ദ്രമോദിയെ തകർക്കാം. പക്ഷെ ചരിത്രം പറയുമ്പോൾ പ്രത്യയശാസ്ത്രപരമാണത്, സമരപരമാണത്. ഇന്ത്യ രാജ്യത്ത് നടന്ന സമരത്തിൻ്റെ ഭാഗമാണത്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ചരിത്രത്തെ ഉന്നയിക്കുന്നത്. ആ സമരത്തെ നമ്മൾ മുന്നോട്ട് വെക്കും. ചരിത്രപരമായ സമരം. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്നത്. ശരി, അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സമരം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷം നടത്തുന്ന സമരം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമാണ്. ശരി, ഓക്കെ. ആ പ്രത്യയശാസ്ത്രപരമായ സമരത്തെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ KP നൗഷാദ് അലി, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിലൊക്കെ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടോ? ഉത്തരേന്ത്യയിൽ ഇത് എങ്ങനെ ഉപയോഗിക്കപ്പെടും, ദക്ഷിണേന്ത്യയിൽ ഇത് എങ്ങനെ ബാധിക്കും, ഇങ്ങനെ മുഴുവൻ കാര്യത്തിലും കൺഫ്യൂസ്ഡ് ആണ് കോൺഗ്രസ്. SDPI 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇൻഡിവിജ്വൽസ് അല്ലേ വോട്ട് ചെയ്യേണ്ടത്, മതേതര മുന്നണിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പല ആളുകളും പിന്തുണയ്ക്കുമല്ലോ എന്നൊക്കെയാണ് അന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ മറുപടി പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ SDPI പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെയാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. അപ്പോൾ കൊടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. വല്ലാതെ കൺഫ്യൂഷനിലായി പോകുന്നു കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ. അഭിലാഷിന്റെ ചോദ്യത്തിന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയാം. അതിനു മുമ്പ് ഒറ്റ വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ പഴയ കഥകളങ്ങ് അവസാനിപ്പിക്കാം. ഞാനിവിടെ ഈ CPMന്റെ സ്നേഹിതം പറഞ്ഞല്ലോ ഈ ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ചൊക്കെ. എന്തിനാണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തദാനം ചെയ്ത അച്യുതാനന്ദൻ അവരുടെ പാർട്ടി തരം താഴ്ത്തിയത് എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് VS അച്യുതാനന്ദൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഈ പുതിയ കാലത്ത് പഴയതിനൊക്കെ ഇങ്ങ് വെള്ള പൂശുമ്പോഴേ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ഊറിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ അങ്ങോട്ട് പുറകോട്ട് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഊഴം അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അതിനൊക്കെ സമാധാനവും മറുപടിയൊക്കെ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് വീണ്ടും പറയേണ്ടി വരും. 42 ക്വിറ്റ് ഇന്ത്യ
സമരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴല്ലേ ദേശീയ പ്രസ്ഥാനമായി മാറുക, അല്ലാതെ 920 മുതൽ നിരോധിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതോടെ മാറ്റിവെക്കാം. അഭിലാഷിനും താല്പര്യം ഈ കറണ്ട് പൊളിറ്റിക്സ് ചർച്ച ചെയ്യാനാണല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് വളരെ പാടുപെട്ടുകൊണ്ട് കക്ഷികളെയൊക്കെ ചേർത്ത് പിടിച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഈ വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധം നയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കേരളത്തിലെ CPM-ന് മാത്രമാണ് ഈ BJP ഇതര കക്ഷികളിൽ കോൺഗ്രസിനോട് ഇത്ര കലിയുള്ളത്. ഈ CPM-ൻ്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റൊരുപാട് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ചേർന്ന് മത്സരിക്കുന്നുണ്ട്, അവർ ഞങ്ങളെ പിന്തുണക്കുന്നുണ്ട്, കർണാടകയിലടക്കം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഇവിടെ കോൺഗ്രസും CPM-ഉമാണ് മുഖ്യ കക്ഷികൾ എന്ന് കരുതിയിട്ട് ഇവിടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കത്തക്ക രൂപത്തിലൊക്കെ സംസാരിച്ച് BJP-യെ മുഖ്യശത്രുവായി കാണേണ്ടടുത്ത് കോൺഗ്രസിനെ മാത്രം പ്രഹരിച്ച് മുന്നോട്ട് പോകുന്നൊരു രാഷ്ട്രീയം അത് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് CPM ആത്മപരിശോധന നടത്തട്ടെ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യമൊക്കെ, അഭിലാഷേ വളരെ ലളിത യുക്തിയാണുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ തുടർ വിജയങ്ങൾ ഇവിടെ തടയപ്പെടണം. അവരിനിയും വിജയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള മുന്നണി സംവിധാനം തകരും, കോൺഗ്രസ് സ്വാഭാവികമായും ദുർബലപ്പെടും. അങ്ങനെ വരുമ്പോൾ BJP വലിയ സാധ്യതകളുമായിട്ട് മുന്നോട്ട് വരും. ഈ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് BJP വിരുദ്ധ മനസ്സുള്ള കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇനിയുള്ള ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത ത്രിതല തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിന് ആഞ്ഞു കുത്തി അവർ കോൺഗ്രസിനെ വിജയിപ്പിക്കും. അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം നിലനിർത്താനുള്ള വോട്ടാണ്. അത് CPM-ന് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെ ഇത്തരത്തിൽ BJP-ക്കാളേക്കാൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവരെ ന്യൂനപക്ഷ വിരുദ്ധരക്കാക്കി ചിത്രീകരിക്കാൻ മുന്നോട്ട് വരുന്നത്. പക്ഷേ അവർ സ്വയം കൃതാനർത്ഥം പോലെ കുഴിയിൽ ചെന്ന് വീണ് ഇതൊക്കെ അവസാനിക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. ഇവിടെ CAA-ക്കെതിരെയുള്ള സമരം, മലബാറിലെ 4 ജില്ലകളിൽ മാത്രം സമരം, കോട്ടയത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരൊന്നും CAA ഇല്ല എന്ന് തോന്നും ഇവരുടെ സമരം കണ്ടു കഴിഞ്ഞാൽ. ഇപ്പം അതിനെക്കുറിച്ചൊരു മിണ്ടാട്ടമില്ലല്ലോ. റിയാസ് മൗലവി വധക്കേസ് വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇവരുടെ പോലീസിങ്ങും ഇവരുടെ പ്രോസിക്യൂഷനൊക്കെ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ ഇതവർ കൊടിയിൽ പിടിക്കുന്നു. അവരിങ്ങനെ മാറ്റി കടിച്ചു പിടിച്ച് തന്നെ മുന്നോട്ട് പോകും. കാരണം സംസ്ഥാന ഭരണത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരും. അത്രമാത്രം ജനവിരുദ്ധ വികാരം അവരുടെ മേലുണ്ട്. ഇവിടെ വലിയൊരു പരാജയമാണ് CPM-നെ കാത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലല്ല, അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിൽ കൂടി അതവർക്ക് നേരിടേണ്ടി വരും. അതിനെ നേരിടാൻ അവർ തയ്യാറായിക്കൊള്ളുക. അതിന് പകരം തങ്ങൾക്ക് ശേഷം പ്രളയം എന്ന മട്ടിൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കാനും സ്വന്തം കൂരക്ക് തീയിടാനും ശ്രമിച്ചാൽ അവരുടെ പതനം വളരെ ദയനീയമായി മാറിപ്പോകും. സൂക്ഷിച്ചാൽ അവർക്ക് നല്ലത്. അവരും ഒരു വശത്ത് നിലനിൽക്കണം. ഇവിടെ ശ്രീ അനിൽകുമാർ, ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളെല്ലാം വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം UDF-ന് അനുകൂലമായി ഉണ്ടായത് നിങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞൊരു വർഷമെങ്കിലുമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി വീഴുകയാണോ എല്ലാ വിഷയത്തിലും? ഇവിടെ CAA റാലികളുടെ കാര്യം ഇവിടെ നൗഷാദ് അലി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനം എന്നുള്ളത് മുസ്ലിം ലീഗുകാർ നോക്കിക്കോളില്ലേ? മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനം കോൺഗ്രസ് പണയം വെക്കുന്നേ എന്നൊക്കെ ഇപ്പോൾ അപ്പുറത്തെ മുന്നണിയിൽ നിന്നിട്ട് CPM വിഷമിക്കേണ്ട കാര്യമുണ്ടോ? വിഷമിക്കാൻ ലീഗിന് വിഷമമുണ്ടെങ്കിൽ അവർ വിഷമിച്ചോളൂ. CPM-ൻ്റെ ഒരു വിഷമത്തിൻ്റെ പ്രശ്നമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി കോൺഗ്രസിനോടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് കോൺഗ്രസിന് അവരുടെ പതാക താഴ്ത്തേണ്ടി വന്നു? എന്തിനാണ് കോൺഗ്രസിന് അവരുടെ പതാക താഴ്ത്തേണ്ടി വന്നത്? അതല്ലേ ചോദ്യം. നിങ്ങൾ ലീഗിൻ്റെ പതാക താഴ്ത്തിയതിനെ കുറിച്ചല്ല ഞങ്ങളുടെ ചോദ്യം. അവിടെ ലീഗുകാർ പതാക കൊണ്ടുവന്നില്ലോ എന്ന് ഞങ്ങൾ ചോദിച്ചില്ല. കോൺഗ്രസ് എന്താ പതാക താഴ്ത്തിയത്? നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്തിയിരുന്നൊരു പതാകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക. ആ പതാക ഉയർത്തിപ്പിടിച്ചാണ് P. കൃഷ്ണപിള്ള പൊരുതിയത്. ആ പതാക ഉയർത്തിപ്പിടിച്ചാണ് EMS പൊരുതിയത്. ആ പതാകയിൽ നിന്നും മുന്നോട്ട് പോയി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനും ജനങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ രൂപപ്പെടുത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി. അതുകൊണ്ട് ചരിത്രത്തിൽ ആ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് ഞങ്ങളുടെ നേതാക്കൾ പിടിച്ച കൊടിയാണ്. ആ കൊടി പൊക്കാനാണ് ഹർകൃഷ്ണൻ സുർജിത്ത് അങ്ങ് ഫ്ലാഗ് പോസ്റ്റിലേക്ക് കയറിയിട്ട് അദ്ദേഹത്തെ വെടിവെച്ചത് ബ്രിട്ടീഷ് പട്ടാളം ബാലനായിരിക്കുന്ന കാലത്ത്. ഇതൊക്കെ ചരിത്രമല്ലേ? ആ കൊടി പിടിച്ചതിനല്ലേ EMS ജയിലിൽ കിടന്നത്, AKG ജയിലിൽ കിടന്നത്. ഈ ചരിത്രം ഞങ്ങൾ എന്തിനാ പറയുന്നത്? ആ പതാക കോൺഗ്രസ് താഴ്ത്തി വെക്കുമ്പോൾ അതെ ഞങ്ങളത് രാഷ്ട്രീയമായി ഞങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് വയനാട്ടിൽ ഈ താഴ്ത്തുന്ന പതാക എങ്ങനെ ഡൽഹിയിൽ ഉയരും?
ഒരു BJP-ക്കാർ എന്തെങ്കിലും അവരുടെ ഫേസ്ബുക്കിനകത്തോ വാട്സപ്പിനകത്തോ ഒരു വിമർശനം പറഞ്ഞാൽ ഉടനെ താഴ്ത്തുന്ന കൊടിയാണ് BJP-യുടെ കോൺഗ്രസിൻ്റെ കൊടിയെങ്കിൽ ഈ കൊടിക്ക് എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാനാവും? അത് രാഷ്ട്രീയമല്ലേ? വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്? എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്? ഇത് കുടുംബത്തിലെ തെരഞ്ഞെടുപ്പാണോ? ശരി, ഓക്കെ. വയനാട്ടുകാരൻ്റെ കുടുംബം ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. ആകെ ഞാൻ കാട്ടുപോത്തിനെ കുറിച്ചും ആനയെക്കുറിച്ചും സംസാരിക്കും. നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറയുന്ന പൊളിറ്റിക്സ് പറയൂ. അത് ഡൽഹി പറയുന്ന പൊളിറ്റിക്സ് വയനാട്ടിൽ പറയാത്ത എന്താ? വയനാട്ടിൽ പറയുന്ന പൊളിറ്റിക്സ് എന്താ ഡൽഹി പറയാത്തത്? അപ്പോൾ അവിടെയും ഇവിടെയും രണ്ടു വാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുണ്ട്. ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചർച്ച അവസാനത്തെ മിനിറ്റിലാണ്. ശ്രീ അനിൽകുമാർ, ഈ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഈ ലീഗിന് മൂന്നാമതൊരു സീറ്റ് കിട്ടുന്നില്ല എന്ന സങ്കടം ലീഗിനേക്കാൾ കൂടുതൽ CPM-നായിരുന്നു. ഇപ്പോൾ ലീഗിന്റെ കൊടി എടുക്കാൻ പറ്റാത്തതിൽ സങ്കടം CPM-നാണ്. ഞാൻ മുമ്പൊക്കെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ ജയിച്ച് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയാകാൻ പോകുന്നതിന് മുമ്പ് ആദ്യം പോയിട്ടുള്ളത് വലിയ ചുടുകാട്ടിലേക്കാണ്. മന്ത്രിമാരും അവിടെ രക്തസാക്ഷികളെ കണ്ടതിന് ശേഷമാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോയത്. അത് ഈ ശേഷം എല്ലാ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഫോളോ ചെയ്യുന്ന ഒരു പതിവാണല്ലോ. ഇന്നലെ ഞാൻ കണ്ടത് പൊന്നാനിയിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. പൊന്നാനിയിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇമ്പിച്ചി ബാവയുടെ സ്മൃതി കുടീരത്തിൽ നിന്നല്ല. അദ്ദേഹം പാണക്കാട് ഹൈദരലി തങ്ങളുടെ സ്മൃതി കുടീരം അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിച്ച ശേഷമാണ് നോമിനേഷൻ കൊടുക്കാൻ പോലും പോകുന്നത്. അപ്പോൾ ഈ ലീഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണം. ലീഗിന്റെ കൊടി വേണം, ലീഗിന് 3-ാം സീറ്റ് കിട്ടി. ഇതൊക്കെയാണ് പ്രശ്നം. ഇപ്പൊ ലീഗിന് കൊടിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ ചെങ്കൊടി എടുക്കാറുണ്ടോ? അയ്യോ, അഭിലാഷിന് എത്രത്തോളം തെറ്റിയോ? കുറ്റിപ്പുറം പാലം കഴിച്ച ചെങ്കൊടിയില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഹംസയ്ക്ക് നോമിനേഷൻ കൊടുക്കാൻ പോവാൻ ഒരു സ്മൃതി കുടീരം പോലും CPM പറയുന്നത് KT ജലീലും വേറെ ഒരു CPM നേതാവിന്റെയോ ബലികുടീരത്തിലല്ല അബ്ദുൾ റഹ്മാനും തങ്ങളുടെ ഖബറിൽ നിന്ന് പോയി നോമിനേഷൻ കൊടുക്കേണ്ട അവസ്ഥ CPM-ന്. ജലീലും അതെ 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 KT ജലീലും മുഹമ്മദ് അബ്ദുൾ റഹ്മാനും മന്ത്രി അബ്ദുൾ റഹ്മാനും അതുപോലെ തന്നെ TK ഹംസയും അടക്കമുള്ളവർ എങ്ങനെയാണ് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിയത്? മലപ്പുറത്തെ ലീഗിനെ ദുർബലപ്പെടുത്തിയത്? മലപ്പുറത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് പോയിച്ചത്? അതെല്ലാം ചെങ്കോട് കൈപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ലീഗിനെ തുറന്നു കാട്ടുകയാണ്. ഇന്നലെ ഞങ്ങൾ കൃത്യമായി ചോദിച്ചല്ലോ SDP-യുമായിട്ടുള്ള ബന്ധം. ഇന്ന് കോൺഗ്രസ് എന്താ തല പൂഴ്ത്തിപ്പോയത്? 3 ദിവസം വേണോ കോൺഗ്രസിന് ആലോചിക്കാൻ? SDP-യുടെ കാര്യത്തിൽ കോൺഗ്രസിന് ആലോചിക്കാൻ 3 ദിവസം വേണോ? ഇവിടെയാണ് നിലപാടില്ലായ്മയാണ്. SDP-യുടെ കാര്യത്തിൽ 3 ദിവസം കഴിഞ്ഞ് ഇപ്പതാ ഇല്ല. എന്താ പറഞ്ഞപ്പോൾ ഇല്ലാത്തത്? അപ്പോൾ ഒരു ഭാഗത്ത് RSS തന്നെ രാഹുൽ ഗാന്ധി ഈ SDP-യുമായി ബന്ധപ്പെടുത്തി ഇപ്രകാരം കൈകാര്യം ചെയ്യുന്ന വിവരം രാജ്യമാകെ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ SDP-യുടെ പരസ്യമായ ബന്ധം ഡീല് മാറ്റുകയാണോ? ആ ആരോപണത്തിന് ഒരു ഒറ്റ മറുപടി ഒരു വാചകത്തിൽ. ഇവിടെ അങ്ങനെ ഒരു വാചകമല്ല. ഇവർക്കൊന്നും ജനാധിപത്യത്തിൻ്റെ രീതികൾ അറിയില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് എല്ലാ മനുഷ്യരെയും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായിട്ടാണ് കാണുന്നത്. അതിനകത്ത് പക്ഷഭേദമില്ല. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഉദാത്ത മാതൃകകളാണ്. ഇവിടെ സ്വന്തം പാർട്ടിക്കാർക്ക് സെൽഭരണം നടത്തുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജനാധിപത്യത്തിൻ്റെ നന്മകൾ അറിയാതെ വളരെ നന്ദി ശ്രീ നൗഷാദ് അലി, ശ്രീ അനിൽകുമാർ, ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹം നേരത്തെ പോയെങ്കിലും വളരെ നന്ദി. സൂപ്പർ പ്രൗണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.